നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യമുയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരേസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 2.31 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും ലഭിക്കുന്നില്ല. വിരമിച്ച അംഗനവാടി ജീവനക്കാർ കൊല്ലം കളക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തി. റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. നീണ്ടകരയിൽ വല നിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനം. ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി. മത്സ്യത്തൊഴിലാളികൾ സനാഥരാണെന്ന് ബോധ്യപ്പെട്ട 10 വർഷമാണ് കടന്നുപോകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. വിശദമായ വാർത്തകളിലേക്ക്. മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യമുയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരേസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2.31 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. അധ്യയനം ആരംഭിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് നൽകിയപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്. കഴിഞ്ഞ 10 വർഷവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഏതറ്റം വരെയും പഠിപ്പിക്കാൻ തയ്യാറായ സർക്കാരാണ് ഇപ്പോഴുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ വിദേശത്ത് വിട്ടുപഠിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളമെന്നും നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കേരളത്തിൽ എന്നെ സമീപിച്ച MLA-മാർ അതിൽ 1-ാം നമ്പറാണ് സുജിത് വിജയപിള്ള എന്ന് അഭിമാനത്തോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കെട്ടിടം കിട്ടിയത്. MLA വീട്ടിൽ നിന്ന് ഉറങ്ങിയാലും ഈ കെട്ടിടം വരത്തില്ല. 150 സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ പണിതു. 150 കോടിയുടെ കെട്ടിടങ്ങൾ, 150 കോടിയുടെ കെട്ടിടങ്ങൾ കേരളത്തിൽ പണിഞ്ഞു വിശ്വസിച്ച് ഡിപ്പാർട്ട്മെന്റ്. അതിൽ 2.25 കോടി രൂപ ഇവിടെ മുടക്കിയത് ഒറ്റയാടെ കഴിവാണ്. അത് സജി ചെറിയാന്റെ അല്ല, ഗവൺമെന്റ് അല്ല. അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ച് അതിന്റെ പുറകെ നടന്ന് ഇതിവിടെ പണിയണം, ഇതിന് പണം അനുവദിക്കണം, ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇടപെട്ട നിങ്ങളുടെ MLA ആണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ടീച്ചറിനോട് എത്ര കുട്ടികളെ, എല്ലാം കൂടി 350-400 നല്ല മാറ്റമുണ്ട്, ഇതൊന്ന് പെയിന്റ് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് പെയിന്റ് അടിക്കണം, നല്ല വൃത്തിയുള്ള സ്കൂളാണ്, PTA സജീവമാകണം. നമ്മുടെ PTA എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പൊതുവിദ്യാഭ്യാസം വലിയ തരത്തിൽ മാറിയിരിക്കുക. ഇപ്പൊ പാഠപുസ്തകം കൊടുക്കുന്നതാ പ്രശ്നം. കൊടുക്കാതെ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ 3 മാസം മുമ്പ് പാഠപുസ്തകം കിട്ടുക. നമ്മുടെ ശിവകുട്ടി എന്ന് പറയുന്ന മന്ത്രി, നിങ്ങളുടെ അപ്പൂപ്പൻ, എത്ര സമർത്ഥനായ മന്ത്രിയാണെന്നറിയാവോ? അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ്, ഗവൺമെന്റുകളൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഇവിടെ പാഠപുസ്തകം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ അധ്യാപകരെല്ലാം കൂടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങളെ കൊണ്ടുതരും. ക്ലാസ്സൊക്കെ തുടങ്ങി 2-3 മാസം കഴിയുമ്പോൾ. ഇപ്പൊ 3 മാസം മുമ്പ് പാഠപുസ്തകം തന്നു. ഡോക്ടർ സുജിത് വിജയപിള്ള MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായി നമുക്ക് സർക്കാർ ഫണ്ടുകൾ നല്ല രീതിയിൽ ലഭിച്ചു. ഇവിടെ എല്ലാം പ്രതിസന്ധിയായി വരുന്നത് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണമാണ്. നമ്മൾ 2021 അന്ന് സ്കൂളിൻ്റെ പ്രപ്പോസലായിട്ട് പോകുമ്പം ഇവിടെ 300-ൽ താഴെ കുട്ടികളേ ഉള്ളൂ. ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണ്, പക്ഷേ അത്രയും കുട്ടികളേ ഉള്ളൂ. അധ്യാപകർ പലരും ഇവിടെ ട്രാൻസ്ഫറായി കിട്ടുമ്പോൾ ഈ പഞ്ചായത്തിലുള്ളവർ ഇവിടെ കയറാൻ തയ്യാറാവുന്നില്ല, ഭൗതിക സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇവിടെ ഹൈടെക് ക്ലാസ് റൂമുകളടക്കം സംവിധാനങ്ങൾ ഒരുക്കി. പക്ഷേ ഞാൻ MLA ആയതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ ഇവിടുത്തെ അന്നത്തെ PTയും അധ്യാപകരും എല്ലാം വിളിച്ചു വരുത്തി ഇവിടുത്തെ അസൗകര്യങ്ങളെല്ലാം കാണിക്കുകയും അതിന് പരിഹാരമുണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളിത് സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തടസ്സങ്ങൾ പലതും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ CRSന്റെ മേഖലയായതിനാൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് CRSന്റെ പെർമിഷൻ വേണം. ഓരോ കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിന് ഒരുപാട് കാലതാമസങ്ങളുണ്ടാകും. ഈ കാലതാമസങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. നിരവധി തവണ CRSന്റെ ഓഫീസിൽ നേരിട്ട് തന്നെ പോകേണ്ടി വന്നു. ഓരോ കമ്മിറ്റികളിലും ശുപാർശ ചെയ്യേണ്ടി വന്നു. കോവിഡിൻ്റെ സമയമായതിനാൽ ഒരുപാട് നാൾ CRS കമ്മിറ്റി തന്നെ കൂടാതിരുന്നതിനാൽ ഒരുപാട് താമസങ്ങളുണ്ടായി. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിജ അനിൽ, IREL ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഭക്തദർശൻ,
പ്രിൻസിപ്പൽ എസ് ശംനാഥ്, PTA പ്രസിഡന്റ് എസ് സുമേഷ്, അരയ സേവാ സമിതി പ്രസിഡന്റ് യു രാജു, പ്രഥമാധ്യാപിക OA രഞ്ജിനി, വേദവ്യാസൻ, ശ്രുതി ഉഷാർ, ദീപു ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. നീണ്ടകരയിൽ വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾ സനാതനാണെന്ന് ബോധ്യപ്പെട്ട 10 വർഷമാണ് കടന്നു പോകുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ താമസിക്കാൻ ആളില്ലെന്നും ഫ്ളാറ്റ് വേണോ എന്ന് ചോദിച്ചിട്ടും ആളെ ലഭിക്കാത്തത്ര ഫ്ളാറ്റുകളാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഫ്ളാറ്റുകൾക്ക് ആളുകൾ ആവശ്യത്തിനുള്ളത്. അവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഫ്ളാറ്റുകൾ പൂർത്തിയാകുന്നതോടെ അതും പരിഹരിക്കപ്പെടും. നീണ്ടകര വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണം, ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ശക്തികുളങ്ങരയിലെ ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുനർഗേഹം 50 മീറ്ററുള്ളിലുള്ള മത്സ്യത്തൊഴിലാളികളെ മാറ്റി താമസിക്കുന്ന പ്രക്രിയയിലും 3600ഓളം വീടുകൾ, ഫ്ളാറ്റുകൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. 2016 ഗവൺമെന്റ് വരുമ്പോൾ കണ്ട ഒരു പ്രശ്നം, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഭവനം നഷ്ടപ്പെട്ട് സർക്കാർ കെട്ടിടങ്ങളിൽ അന്തി ഉറങ്ങിയെങ്കിൽ ഈ നീണ്ടകര ഹാർബറിൽ നിന്ന് ഞാൻ പറയുന്നു, ഈ 10 വർഷം പിന്നിടുമ്പോൾ ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ നേട്ടം, ഒരു മത്സ്യത്തൊഴിലാളിയും വഴിയാധാരമല്ല, അവർ സനാഥരാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ഞാൻ നടത്തിയത്. ഇന്ന് നിർമ്മിച്ച ഫ്ളാറ്റിൽ താമസിക്കാൻ ആളില്ല. മണ്ണുംപുറം ഫ്ളാറ്റിൽ 204 ഫ്ളാറ്റുകൾ കെട്ടിയിട്ട് 35 അപേക്ഷ വന്നു. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, എല്ലാ വീട്ടിലും കയറി ഫ്ളാറ്റ് വേണോ ചോദിക്കാൻ എന്തായാലും പറ്റും, വേണ്ട. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആവശ്യക്കാരുടെ എണ്ണം ഇപ്പോൾ ലേശം കൂടി നിൽക്കുന്നത്. അവിടെ 400 ഫ്ളാറ്റുകൾ ഇപ്പോൾ അവിടെ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വലിയ തുറയിൽ കടകംപള്ളിയിൽ 225 ഫ്ളാറ്റുകൾ ഇപ്പോൾ പണി തുടങ്ങി. അതുകൂടെ പൂർത്തീകരിച്ച തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നം. ഇതാണ് കരുതലെന്ന് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് മാത്രമല്ല കരുതൽ, 47 നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രി എന്നല്ല ഞാൻ പോയി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം. തങ്ങൾ അനാഥരല്ല, സനാഥരാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ട 10 വർഷമാണ് കഴിയുന്നത്. തീരപ്രദേശത്തെ സ്കൂളുകളുടെ വികസനം കണ്ട് താൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. പിന്നോക്കമായിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മുന്നോക്കക്കാരായി സർക്കാർ മാറ്റി. തീരദേശ മേഖലയിലെ ആശുപത്രികളും നവീകരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കരുതലാണ് സർക്കാർ ഈ കാലയളവിൽ നടത്തിയത്. നീണ്ടകരയിൽ ഉയരുന്ന വലനിർമ്മാണ കേന്ദ്രത്തിലൂടെ 150 പേർക്ക് തൊഴിൽ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. തീരദേശത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് 3 പ്രധാന പദ്ധതികൾ ഇവിടെ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, നമ്മുടെ മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വലകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക. അത് സർക്കാരിൻ്റെ തന്നെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. നിലവിൽ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ ഈ 3 സ്ഥലങ്ങളിൽ മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ 3 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിവർഷം 1250 ടൺ വലകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മത്സ്യമേഖലയുടെ ആവശ്യമനുസരിച്ച് നോക്കിയാൽ 4000 ടണ്ണോളം വലകൾ നമുക്ക് ആവശ്യമാണ്. ഈ വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടാണ് സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി നീണ്ടകര ഫിഷിംഗ് ഹാർബറോട് അനുബന്ധിച്ച് ഒരു വല നിർമ്മാണശാല ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള പണം അനുവദിക്കുകയും ചെയ്തു. സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഈ മത്സ്യബന്ധന മേഖലയെ അടുത്ത ഒരു തലമുറയിലേക്ക്, അടുത്ത ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം 4 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച ഒട്ടുമിക്ക പദ്ധതികളും പൂർത്തീകരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിൻ്റെയും ഒരു സന്തോഷ മുഹൂർത്തത്തിൽ തന്നെയാണ്. കൗൺസിലർ ദീപു ഗംഗാധരൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി ഹെൻറി, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ G രാജദാസ്, സബീന സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. റിട്ടയർഡ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ധർണ നടത്തിയത്. റിട്ടയേർഡ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും കഴിഞ്ഞ 4 വർഷമായി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു ധർണ. ഇന്ദിര പനയം സമരം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ നിരാഹാര സമരം ചെയ്യുകയാണ്. 2025 ഡിസംബർ 29 കേരളത്തിലെ എല്ലാ ജില്ലകളിലും
കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തുകയും അവിടുത്തെ ലഭിച്ചില്ല. കൂടാതെ 16/1/2026 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുകയും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം കൊടുത്തു. അതിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ എല്ലാ ജില്ലകളിലും ധർണ നടത്തിയിരുന്നു. ജനുവരി 16 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുകയും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകുകയും ചെയ്തു. എന്നിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ജില്ലാ ഭാരവാഹികളായ രത്നമ്മ, കുണ്ടറ, സുധാമ്മ, രാഗിണി, രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി ഗവൺമെന്റ് കോളേജ് കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് SFI ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി കുര്യാക്കോസ് അയണിവേലിക്കുളങ്ങരയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളിയിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനു വേണ്ടി കഴിഞ്ഞ LDF സർക്കാർ തൊടിയൂരിൽ അനുവദിച്ച സ്ഥലത്ത് കെട്ടിട നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് SFI കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ MLA R രാമചന്ദ്രൻ മുൻകൈയെടുത്ത് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും മറ്റ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തെങ്കിലും കഴിഞ്ഞ 4 വർഷക്കാലമായി കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള യാതൊരു ഇടപെടലും ഉണ്ടായില്ലെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. അയണിവേലിക്കുളങ്ങര JFKM VHSSലെ അജയ് പ്രസാദ് നഗറിൽ നടന്ന സമ്മേളനം SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അതായത് ഈ ലോകത്തിന്റെ ഒരു വശത്ത് ചെറിയ ശതമാനം വരുന്ന മനുഷ്യർ വലിയ സമ്പത്ത് വെച്ചുകൊണ്ട് സുഭിക്ഷമായി ജീവിക്കുമ്പോൾ, ആഹ്ലാദിച്ച് ജീവിക്കുമ്പോൾ, അതിന്റെ മറ്റേ തലയ്ക്കൽ ഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനകോടികൾ മരണത്തിലേക്ക്, ദാരിദ്ര്യം മൂലം മരണത്തിലേക്ക് തള്ളി നീക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്ത് ഇങ്ങനെ വലിയ അസമത്വം നിലനിൽക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയെല്ലാം ശ്രദ്ധിക്കാറുള്ളതായിരുന്നു അല്ലെ? ആരാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ 1ാം സ്ഥാനം നിലവിലാക്കാണ്? എലോൺ മസ്കാണ് ഇന്ന് ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ 1ാം സ്ഥാനം. പക്ഷെ കഴിഞ്ഞ വർഷം 2025 അവസാന പാദത്തിൽ സെപ്റ്റംബർ മാസത്തിലാണ് പോകുന്നത്. ഒരു ദിവസം കൊണ്ട് ഈ സമ്പന്നന്മാരുടെ പട്ടികയിലെ 6ാം സ്ഥാനക്കാരനായ ഒറാക്കൽ കമ്പനിയുടെ CEO ലാറി എലിസൺ ഒരു ദിവസം കൊണ്ട് എലോൺ മസ്ക് എന്ന 1ാം സ്ഥാനക്കാരനെ വെട്ടിക്കൊണ്ട് 1ാം സ്ഥാനം കൈവരിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ദിവസം കൊണ്ട് അയാളുടെ സമ്പത്തിന്റെ മുകളിലേക്ക് ലാറി എലിസന് എത്ര സമ്പത്തുണ്ടായിരുന്നോ ആ ആസ്തിയുടെ മുകളിലേക്ക് 6.5 ലക്ഷം കോടി രൂപ കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് അയാൾ 1ാം സ്ഥാനക്കാരനാകുന്നത്. ഏരിയ പ്രസിഡന്റ് S മഹേശ്വർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ പ്രവീൺ മനക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി JP സുധീന്ദ്രനാഥ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം നജീബ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി കാർത്തിക്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആര്യ പ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഫ്സൽന, അസ്ലം, അഭിജിത്ത്, CPM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ B ഗോപൻ, M സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റായി K അർജുനെയും വൈസ് പ്രസിഡന്റുമാരായി ബാലാജി, ഹാഷിം എന്നിവരെയും സെക്രട്ടറിയായി S മഹേശ്വറിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി നിയാസ്, അനശ്വര എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നവകേരള സർവേ റദ്ദാക്കിയ കോടതി വിധി സർക്കാരിന്റെ കരണത്ത് കിട്ടിയ അടിയാണെന്ന് രമേശ് ചെന്നിത്തല MLA കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ കരണത്തേറ്റ ഒരു അടിയാണ്. ഇതിൽ കൂടുതൽ വലിയൊരു അടി അടുത്ത കാലത്ത് ഇങ്ങനെ ലഭിക്കാനില്ല. ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലേ, ഇത് രാഷ്ട്രീയമാണ്. ഇതിനുവേണ്ടി സന്നദ്ധ സംഘടനകളെ ഉണ്ടാക്കി CPMന്റെ താഴെ തലത്തിലുള്ള പ്രവർത്തകരെ കൂടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചേർത്ത് നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നവകേരള സർവേ റദ്ദാക്കിയ കോടതി വിധി സർക്കാരിന്റെ കരണത്ത് കിട്ടിയ അടിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. നാണംകെട്ട പരിപാടിയാണ് സർക്കാർ നടത്താൻ ശ്രമിച്ചതെന്ന് ആരോപിച്ച രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള പരിപാടി കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും വിമർശിച്ചു. കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിന്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്
പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. നാണം കെട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത്? ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി നടത്തുകയാണ്. കിഫ്ബി എന്ന് പറയുന്നത് ഇപ്പൊ സർക്കാരിന്റെ സ്ഥാപനമല്ല, CPMന്റെ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം വെടിയണം. ശബരിമലയിൽ യുവതികളെ കയറ്റുന്നത് ആചാരലംഘനമാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് തിരുത്തി കൊടുക്കാൻ പിണറായി തയ്യാറുണ്ടോ എന്ന് ചെന്നിത്തല ചോദിച്ചു. നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് കൊടുക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. തന്റെ ഇടമുണ്ടോ കൊടുക്കാൻ? കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറഞ്ഞ സമയമായില്ലല്ലോ എന്ന്. സമയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ചല്ലോ. ആ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. ഞങ്ങൾ ഏതായാലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുന്നു. യുവതികളെ ശബരിമലയിൽ കയറ്റാൻ പാടില്ല, അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ചത് കാരണം KSRTC ബസ്സുകളിൽ പോലും ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള അപജയങ്ങളാണ് ബംഗാളിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അപകടാവസ്ഥയിലായ വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. AYFന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചത്. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് മുറിയോട് ചേർന്നാണ് അപകടാവസ്ഥയിൽ പോസ്റ്റ് നിന്നിരുന്നത്. ഇതേ തുടർന്ന് AYF പ്രവർത്തകർ KSEB അഞ്ചൽ ഈസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിക്കുകയായിരുന്നു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് മുറിയോട് ചേർന്ന് അപകടകരമായി നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റാണ് AYF പ്രവർത്തകരുടെ ഉപരോധത്തെ തുടർന്ന് KSEB മാറ്റി സ്ഥാപിച്ചത്. വൈദ്യുതി പോസ്റ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് AYF പ്രവർത്തകർ അഞ്ചൽ ഈസ്റ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചിരുന്നു. അഞ്ചു മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ക്ലാസ് മുറിയോട് ചേർന്നാണ് അപകടകരമായ നിലയിൽ വൈദ്യുതി പോസ്റ്റ് നിലനിന്നിരുന്നത്. പക്ഷേ ഒരു നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിക്കപ്പെട്ടു. പോസ്റ്റ് മാറ്റുന്നതിന് പണം അടയ്ക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കപ്പെട്ടു. നമുക്കറിയാം പൊതുവിദ്യാലയങ്ങൾ അങ്ങനെ ഒരു ഫണ്ടില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളാ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതാണ്. അപ്പോൾ പിന്നെ ഈ അനാസ്ഥ തുടരുകയും ഇതുവഴി കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ബഹുമാനപ്പെട്ട MLA നമ്മളെ സമീപിക്കുകയും MLA രേഖാമൂലം മാറ്റി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് കത്ത് കൊടുക്കുകയും ചെയ്യപ്പെട്ടത്. പക്ഷേ എന്നിട്ടും ഒരു അനാസ്ഥ തുടരുകയാണ് ഉണ്ടായത്. ഖേദകരം എന്ന് പറയട്ടെ, കേരള സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാലയങ്ങളെ, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളുടെ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തൊരു അനാസ്ഥ ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിച്ച ഈ ജനപ്രതിനിധികൾക്കും സംഘടനയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാരണം ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുവിദ്യാലയങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക. തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ വൈദ്യുതി വകുപ്പ് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് AYF പ്രവർത്തകർ AXCയെ ഉപരോധിച്ചത്. സ്കൂൾ PTA വിഷയം PS സുബാൽ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. AYF അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി S സന്തോഷ്, അഞ്ചൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, AYF മണ്ഡലം പ്രസിഡന്റ് MB നസീർ, സെക്രട്ടറി ആദർശ് സതീശൻ, ആനി ബാബു, ഷൈജു, വിഷ്ണു അറയ്ക്കൽ, അനീഷ് പെരുമണ്ണൂർ, മൊയ്തു അഞ്ചൽ, സോമരാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരുനാഗപ്പള്ളി പുതിയകാവിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ യോഗവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിന്റെ മുൻഭാഗം മുതൽ പുതിയകാവ് പൂച്ചക്കടവ് ജംഗ്ഷൻ വരെ സംരക്ഷണ ഭിത്തി സ്ഥാപിച്ച് മണ്ണിട്ട് നിറച്ച് നിർമ്മിക്കുന്ന ഉയരപ്പാലം മാറ്റി പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം മെഴുകുതിരി പ്രകാശിപ്പിച്ച് പ്രതിഷേധ ജ്വാലയും നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇത് നമ്മൾ ഗ്രാമീണ റോഡ് ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മൾ ഈ ദേശീയപാത ഉപയോഗിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് മാങ്ങ വാങ്ങിക്കാൻ പുതിയ മാർക്കറ്റ് വരുന്ന ആളും, ബിവറേജിൽ പോകുന്ന ആളും, തലമുടി വെട്ടാൻ പോകുന്ന ആളും, പെട്രോൾ പമ്പിൽ പോകുന്ന ആളും, കാസർഗോഡ് പോകുന്ന ആളും, കണ്ണൂരിൽ പോകുന്ന ആളും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്ന ആളുകളിലൂടെ കിടന്ന് കളിക്കുക. ബാക്കി പ്രദേശങ്ങളിൽ അങ്ങനെയല്ല. ബാക്കി സംസ്ഥാനങ്ങൾക്ക് ദേശീയ ദീർഘദൂര യാത്രക്കാർക്ക് ഒരു പാത, മറ്റവർക്ക് മറ്റൊരു പാത. നമ്മുടെ റോഡാണ്, നാട്ടുകാരുടെ റോഡാണ്.
1000 പ്രദേശവാസികൾ ഈ റോഡിലൂടെ പോകുമ്പോഴാണ് പുറത്തു നിന്നുള്ള ഒരു 50 പേര് വരുന്നത്. പിന്നെന്ത് ചെയ്യും? സർക്കാർ കോടാനുകോടി രൂപയാണ് ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീം മണ്ണയിൽ, വരുൺ ആലപ്പാട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ്, വി ഗോപൻ, ശരവണൻ, MA സലാം, പ്രസേനൻ, വി രവികുമാർ, നാസർ കുരുടയ്യം, KM നൌഷാദ, KJ മേനോൻ, J അൻസർ, ഷംനാസ്, റാഷിദ് വാലയിൽ, ആദിനാടി നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. KS പുരം സുധീർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് നേതാവായിരുന്ന കൊട്ടറ ഗോപാലകൃഷ്ണൻ അനുസ്മരണം കൊല്ലത്ത് നടത്തി. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്ക് ദിശാബോധം നൽകിയ നേതാക്കളിൽ പ്രമുഖനായിരുന്നു കൊട്ടറ ഗോപാലകൃഷ്ണനെന്ന് ചെന്നിത്തല പറഞ്ഞു. 40 വർഷത്തിലേറെ രാഷ്ട്രീയ കലാരംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു. കവി, പത്രപ്രവർത്തകൻ, തൊഴിലാളി നേതാവ് എന്നീ നിലകളിലും കൊട്ടറ മികവ് പുലർത്തിയിരുന്നതായും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. 69-ലെ കോൺഗ്രസിന്റെ പരാജയം, പനമ്പള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മല്ലീശ്വരന്റെ ഒടിഞ്ഞ വില്ലുപോലെയായ കോൺഗ്രസിനെ നവചൈതന്യം പകർന്നു കൊടുക്കാൻ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായ കാലഘട്ടമാണ്. 69-ൽ തകർന്ന് തരിപ്പണമായി ആകെ 9 പേര് മാത്രം നിയമസഭയിലേക്ക് ജയിച്ച ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നവോന്മേഷം പകരാൻ KSUവും യൂത്ത് കോൺഗ്രസും നടത്തിയ ധീരമായ ഒരു പോരാട്ടത്തിന്റെ സന്തതിയാണ് ശ്രീ വയലാർ രവി, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, കൊട്ടറ ഗോപാലകൃഷ്ണൻ, N രാമകൃഷ്ണൻ, AC ഷൺമുഖദാസ് അടക്കമുള്ള ഒരു വലിയ നേതൃനിര. അങ്ങനെയാണ് ആ വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളിലൂടെയും യുവജന പോരാട്ടങ്ങളിലൂടെയുമാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നത്. അതിൽ 1970-ൽ അന്ന് 5 പേർക്കാണ് നിയമസഭാ സ്ഥാനാർത്ഥിത്വം ചെറുപ്പക്കാർക്ക് കിട്ടിയത്. ശ്രീ AK ആന്റണി ചേർത്തലയിൽ നിന്ന്, ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന്, ശ്രീ N രാമകൃഷ്ണൻ അന്ന് കണ്ണൂരിൽ നിന്ന്, AC ഷൺമുഖദാസ് ബാലുശ്ശേരിയിൽ നിന്ന്, ശ്രീ കൊട്ടറ ഗോപാലകൃഷ്ണൻ കൊട്ടാരക്കരയിൽ. കൊട്ടറ സ്മാരക അവാർഡ് PC വിശ്വനാഥ് MLAക്ക് രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. കൊട്ടറ ഫൗണ്ടേഷൻ ചെയർമാൻ ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ നടക്കൽ ശശി, S സുധീഷൻ, H ഖലീഫത്തുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് വിമതർ അഞ്ചലിൽ യോഗം ചേർന്നു. പുനലൂർ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നേരായ രീതിയിലല്ലെന്നും ഇങ്ങനെ പോയാൽ പാർട്ടി കൂടുതൽ നാശത്തിലേക്ക് പോകുമെന്നും വിമതർ പറഞ്ഞു. കൈപ്പത്തി ചിഹ്നത്തിൽ പുനലൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും വിമതർ ആവശ്യപ്പെട്ടു. ഒരു കോൺഗ്രസ് MLA വന്നാൽ സാമ്രാജ്യം ഇടിഞ്ഞു വീഴുമെന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് KPCC മുൻ നിർവാഹക സമിതി അംഗം അഞ്ചൽ സോമൻ. അഞ്ചലിൽ പുനലൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് വിമത യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പാർട്ടിക്ക് പാർട്ടി ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വിനിയോഗിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിശ്രമമാണ്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നഷ്ടം നമ്മുടെ പല ആളുകൾ പോകും, പലരും പാർട്ടിയിൽ നിന്ന് ചോർന്നു പോകും. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഒരാൾക്കും സംശയമുണ്ട് UDF അധികാരത്തിൽ വരും. രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണ്. ഇതോടെ വന്നു കഴിഞ്ഞാൽ ഈ ആശാമാരുടെ ഒരു അവസ്ഥ എന്തോ ആയിരിക്കും. തലപ്പത്തിരിക്കുന്ന ഞാൻ DCC ബംഗളൂരിലെ കാര്യം പറഞ്ഞതാണ്. ഇന്ന് തോന്നുന്ന ആ അവസ്ഥയായിരിക്കും അതുണ്ടാകാൻ. നമ്മുടെ പങ്കാളിത്തം അംഗീകരിക്കപ്പെടണം, നമ്മുടെ പ്രവർത്തനം അംഗീകരിക്കപ്പെടണം. നമ്മൾ ഒരു ഡിമാൻഡും ഒന്നും കൊടുക്കുന്നില്ല, നമുക്കൊരു നേട്ടവും വേണ്ട, ഒരു സ്ഥാനവും വേണ്ട. പക്ഷെ നമ്മളാണ് കോൺഗ്രസ് എന്നെല്ലാവരും അംഗീകരിക്കാനുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയാണിത്. ഇതിന് മുൻപിരുന്ന നിങ്ങളെല്ലാം 19 കൂടി വന്നതിന് പല കാരണങ്ങളാൽ പല ആളുകൾ ചവിട്ടി പിടിച്ചിട്ടാണ്. എനിക്ക് മനസ്സിലായി രാവിലെ KPCC മുൻ നിർവാഹക സമിതി അംഗം ഉൾപ്പെടെ കർഷക കോൺഗ്രസിന്റെ വിവിധ ചുമതലകളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും നേതാക്കന്മാർ അഞ്ചലിലെ വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് വിമത യോഗം ചേർന്നത്. മണ്ഡലത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലല്ലെന്നും ഇങ്ങനെ പോയാൽ പാർട്ടി കൂടുതൽ നാശത്തിലേക്ക് പോകുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. നിലവിലെ ചുമതലയുള്ളവരെ ഒഴിവാക്കി ശുദ്ധീകരണം നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തങ്ങളെ അവഗണിക്കാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് വിശാലമായ യോഗങ്ങൾ ചേരുമെന്നും വിമത യോഗം ചൂണ്ടിക്കാട്ടി. കൈപ്പത്ത ചിഹ്നത്തിൽ പുനലൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നും VD സതീശൻ നയിക്കുന്ന നവയുഗയാത്ര വൻ വിജയമാക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചതിൽ പുനലൂർ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നും ഇനിയും ഇത് അനുവദിക്കില്ലെന്നും വിമത യോഗം ചൂണ്ടിക്കാട്ടി.
UDF മുൻ കൺവീനർ കൊളുത്തുപുഴ സലീം, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡാനിയൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയായിരുന്ന അഗസ്ത്യക്കോട് ഷീജ, KK സാബു, ഷെരീഫ്, ആർച്ചിൽ സുഗതൻ, അടൂർ S ജയപ്രസാദ്, CB വിജയകുമാർ, വിളക്കുപാറ ഡാനിയൽ, അഡ്വക്കേറ്റ് ജെറോം, യോഹന്നാൻ കുട്ടി, ഷാജഹാൻ, കടവിൽ ബാബു, ബിനോയി, അഞ്ചൽ ജയൻ, ശ്രീലത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ബസ് ജീവനക്കാരന്റെ പിതാവിന്റെ ചികിത്സയ്ക്കായി കാരുണ്യയാത്ര നടത്തി. പാടം പത്തനാപുരം അടൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുപ്രീം ബസ്സാണ് കണ്ടക്ടറുടെ അച്ഛന്റെ ചികിത്സയ്ക്കായി കാരുണ്യയാത്ര നടത്തിയത്. സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കൈത്താങ്ങായാണ് സ്വകാര്യ ബസ് കാരുണ്യയാത്ര നടത്തിയത്. പാടം പത്തനാപുരം അടൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുപ്രീം ബസ്സാണ് ബസ്സിലെ കണ്ടക്ടറുടെ പിതാവായ ശിവദാസന്റെ ചികിത്സയ്ക്കായി കാരുണ്യയാത്ര നടത്തിയത്. ഇന്നത്തെ യാത്ര സൗജന്യമായിട്ട് യാത്രക്കാരിൽ നിന്നും ടിക്കറ്റ് കൊടുക്കാതെ പൈസ വാങ്ങിക്കുക, അവരെ വീട്ടിലേക്ക് കൊടുക്കാൻ. ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ചികിത്സയ്ക്കായി നീക്കിവെച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ശിവദാസിന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KL 17K 1314 എന്ന നമ്പറിലുള്ള സുപ്രീം ബസ് കാരുണ്യയാത്ര നടത്തിയത്. അർബുദ രോഗബാധിതനാണ് കണ്ടക്ടറുടെ പിതാവ് ശിവദാസൻ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കുന്നത്തൂർ താലൂക്ക് സമ്മേളനം നടത്തി. മൈനാഗപ്പള്ളിയിലാണ് സമ്മേളനം നടത്തിയത്. ആദരവും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കുന്നത്തൂർ താലൂക്ക് സമ്മേളനം നടത്തി. മൈനാഗപ്പള്ളിയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് വരദരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ സംഘടന എന്ന ശക്തി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ്, നമ്മൾ സംഘടിതമായി പോയതുകൊണ്ടാണ് സംഘടനയായിട്ട് പോലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് തിക്താനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് സംഘടനയുടെ ആവശ്യകത വളരെ, ഇനിയും ഒട്ടേറെ ആനുകൂല്യങ്ങൾ നിലനിൽക്കാനുണ്ട്. നമ്മൾക്കെല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസമുണ്ട്. നമ്മളെല്ലാം പിന്നെ റിട്ടയർ ചെയ്തുകൊണ്ട് ഞാൻ ഒന്നിനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ തലയിലേക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നു കയറി ഓരോ അബദ്ധങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ ചെന്ന് പെടാറുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സംഘടിതമായി നിലനിന്നുകൊണ്ട് നമ്മളുടെ അവകാശങ്ങളല്ല, നമ്മുടെ പിൻബലം, അതിന്റെ പിന്നിൽ ഒരു സംഘടന ഉണ്ട് എന്നുള്ള ഒരു പിൻബലം നമുക്ക് കരുത്തേക്കും. സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ പിള്ള, ശ്രീകുമാർ, ശിവശങ്കർ പിള്ള, രാമചന്ദ്രൻ, അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു. സർക്കാർ സർവീസിലുള്ള പോലീസുകാരുടെ മക്കളെ സമ്മേളനത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യമുയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരേസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 2.31 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും ലഭിക്കുന്നില്ല. വിരമിച്ച അംഗനവാടി ജീവനക്കാർ കൊല്ലം കളക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തി. റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. നീണ്ടകരയിൽ വല നിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനം. ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി. മത്സ്യത്തൊഴിലാളികൾ സനാഥരാണെന്ന് ബോധ്യപ്പെട്ട 10 വർഷമാണ് കടന്നുപോകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.